വെൽക്കം ടു എൻറൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു സ്പോട്ടാണ്. നമ്മുടെ ഈ ഇടുക്കി ജില്ല എടുത്താൽ നമുക്ക് ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട്. എല്ലാവരും വാഗമണ്ണും അതുപോലെ മൂന്നാറും മാത്രമായിരിക്കും കൂടുതലും പോകാൻ നോക്കുന്നത്. പക്ഷേ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട്. നമ്മുടെ ഈ റോഡൊക്കെ നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ സ്പോട്ടിലേക്കും ഓടിയെത്താനും സാധിക്കും. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പരുന്തുംപാറയിലോട്ടാണ്. ഒരു ഈവനിങ് ട്രിപ്പാണ്. നമ്മൾ മഴയൊക്കെ കണ്ടുകൊണ്ട് കോടയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. ഏതായാലും നല്ല ക്ലൈമറ്റാണ് മുന്നോട്ട് പോയപ്പോൾ ഉള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയുടെ കവാടമായിട്ടുള്ള മുണ്ടക്കയം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ആദ്യത്തെ സ്പോട്ട് പാഞ്ചാലിമേടാണ്. അതായത് മുറിഞ്ഞുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വളഞ്ഞാങ്കാനം വാട്ടർഫാൾസ് ഉള്ളത്. ഈ വളഞ്ഞാങ്കാനം വാട്ടർഫാൾസ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മുന്നോട്ടുള്ള തിരക്കും ബഹളവും അതുപോലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈവനിങ് ആയതുകൊണ്ടും അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ടും വലിയ തിരക്ക് നമുക്ക് താഴെ അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പം ഗ്രീൻ ഡോൾ ഇപ്പം നമ്മുടെ പരുന്തുംപാറയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 20 രൂപയുടെ ഒരു പാസ് നമുക്കിവിടെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയി പാർക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ പരുന്തുംപാറയുടെ ഒരു സ്ട്രക്ചർ എടുക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഏരിയ, വൈഡായിട്ടുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻറ്റും സ്പോട്ടും ഒക്കെ കൂടെയാണ് നമ്മുടെ പരുന്തുംപാറ എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ആളുകളുടെ അളവ് കുറവായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ആൾ കയറി വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പരുന്തുംപാറയുടെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സ്പോട്ട് കൂടെയാണ് നമ്മുടെ പരുന്തുംപാറ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ, ക്ലിയർ സ്കൈ ആണെന്നുണ്ടെങ്കിൽ, കോടമഞ്ഞൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ നമുക്ക് നമ്മുടെ ശബരിമല കാടുകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഈ മകരജ്യോതിയൊക്കെ തെളിയുന്ന ടൈമിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ദിനംപ്രതി നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് മഞ്ഞ് വന്ന് വേണമെങ്കിൽ മൂടിപ്പോവാം. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ചുറ്റുപാടും മലകളാണ്. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് മലകളോ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഏത് ക്ലൈമറ്റാണ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നല്ലൊരു ഓഫ് ബീറ്റ് ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് കൂടെയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശിരസുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയപ്പെടാറുണ്ട്. അതുകൊണ്ട് ടാഗോർ പാറ എന്ന് പറയുന്നൊരു ഭാഗം നമുക്കിവിടെ ഉണ്ട്. പക്ഷേ നമുക്കിതൊക്കെ കാണണമെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പകർത്തണമെന്നുണ്ടെങ്കിലും മഞ്ഞില്ലാത്ത ടൈമിൽ വന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ വന്ന ടൈമിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ക്ലൈമറ്റ് മാറി മറിഞ്ഞു. അതാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ പരുന്തുംപാറയുടെ മറ്റൊരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളുമായിട്ട്, മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷനുകളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വാഗമണ്ണ്, അതുപോലെ കുട്ടിക്കാനം, തേക്കടി, സത്രം, ലാൻഡ്രം എസ്റ്റേറ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് പോകാൻ പറ്റും. അതായത് ഒറ്റ ട്രിപ്പിൽ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെന്തായാലും തിരക്ക് കൂടി വന്നതുകൊണ്ട് കുറച്ച് നേരം നമ്മളതെല്ലാം എൻജോയ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ട് പോയി. ഒരുപാട് ചെറുകിട കച്ചവടക്കാരെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ. നല്ല ചായയും നല്ല കടികളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തിരക്കായപ്പോഴത്തേനും നമ്മൾ കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഈ തിരക്കുള്ള ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ മെഡോസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്നതാണ്. എന്തായാലും ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നാൾ മുന്നേ നമ്മൾ പോയ പാഞ്ചാലിമേടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ തിരക്ക് ഭയങ്കര കൂടുതലാണ്. അതിനൊരു റീസണായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ ബസ്സുകൾ അങ്ങോട്ട് കയറിപ്പോകാൻ, പാഞ്ചാലിമേടിലേക്ക് കയറിപ്പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ വന്ന് നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്ര വണ്ടികൾ 5-6 എണ്ണമൊക്കെയാണ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മളതെല്ലാം കണ്ട് നമ്മുടെ ഈ മെഡോസിൻ്റെ അകത്തേക്കൊന്ന് വണ്ടി കയറ്റാൻ വേണ്ടി നോക്കി. ഈ മെഡോസിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെയാണ് പാർക്കിംഗ് കിടക്കുന്നത്. അപ്പം ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഏതായാലും നമ്മളും ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കയറ്റി നോക്കാൻ വേണ്ടി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റപ്പിലാണ് ആ ഒരു പ്രദേശം കിടക്കുന്നത്. ജീപ്പൊക്കെ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് കയറി പോകുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരുപാട് റിസ്ക് ഒന്നും എടുത്തില്ല.
കുറച്ച് നേരം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇപ്പം പരുന്തുംപാറ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പം ഇടുക്കി കാണാൻ ഇറങ്ങുന്ന ആൾക്കാർ മിസ്സാക്കാതെ ഇവിടെ വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സിപ്പ് ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.